രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വചനങ്ങൾ. യൂദാ രാജാവാണ് ഹെസക്കിയ. ഹെസക്കിയയുടെ രാജ്യത്തിൽ അതിസങ്കീർണമായ ഒരു പ്രശ്നം തലപൊക്കിയിരിക്കുന്നു. യൂദാ രാജ്യത്തെ ആക്രമിക്കാൻ അസീറിയ രാജാവിന്റെ പട്ടാളക്കാര് അതിർത്തിയിൽ വന്ന് തമ്പടിച്ചിരിക്കുന്നു. മാത്രമല്ല, ഹെസക്കിയ രാജാവിനെ കുറിച്ച് വളരെ മോശമായിട്ട് അധിക്ഷേപിക്കുന്ന വാക്കുകളും പറയുകയാണ്. ഈ പശ്ചാത്തലത്തില് ഹെസക്കിയ രാജാവ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ: ഒന്ന്, ജെറൂസലേം ദേവാലയത്തിലേക്ക് ചെന്ന് തൻ്റെ ഹൃദയവ്യഥകള് ദൈവത്തോട്, യാഹുവയോട് പറയുകയാണ്. രണ്ട്, ഏലിയ പ്രവാചകന്റെ അരികിലേക്ക് ഹെസക്കിയ പ്രവാചകൻ ആളുകളെ പറഞ്ഞയച്ച് അവരിൽ നിന്നും, പ്രവാചകനിൽ നിന്നും സന്ദേശം എടുക്കുകയാണ്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് ഈ അധ്യായം വായിക്കുമ്പോഴുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് നമ്മളോട് സന്ദേശം തരുകയാണ്. ഒന്ന്, ദൈവത്തിന്റെ അരികിലേക്ക് ചെല്ലുക. രണ്ട്, പ്രവാചകന്മാരുടെ അരികിലേക്ക് ചെല്ലുക. ഈ അവസരത്തിൽ നമുക്ക് പ്രാർത്ഥനാപൂർവം രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വചനങ്ങൾ കേൾക്കാം. 1-ാം വചനം: വിവരമറിഞ്ഞ് ഹെസക്കിയ രാജാവ് വസ്ത്രം കീറി ചാക്കൊടുത്ത് കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിച്ചു. അവൻ കൊട്ടാര വിചാരിപ്പുകാരൻ എലിയാക്കിമിനെയും കാര്യസ്ഥൻ ഷെബ്നായെയും പുരോഹിത ശ്രേഷ്ഠന്മാരെയും ചാക്കുടുപ്പിച്ച് ആമോസിന്റെ പുത്രൻ ഏശയ്യാ പ്രവാചകന്റെ അടുത്തേക്ക് അയച്ചു. അവർ അവനെ അറിയിച്ചു: ഹെസക്കിയ പറയുന്നു, ഇന്ന് ദുരിതത്തിന്റെയും അധിക്ഷേപത്തിന്റെയും നിന്ദയുടെയും ദിവസമാണ്. പിറക്കാറായ കുഞ്ഞിനെ പ്രസവിക്കാൻ ശക്തിയില്ലാത്ത സ്ത്രീയെ പോലെയാണു ഞങ്ങൾ. ജീവിക്കുന്ന ദൈവത്തെ അധിക്ഷേപിക്കുന്നതിന് റബ്ഷാക്കെ വഴി അവന്റെ യജമാനനായ അസീറിയ രാജാവ് പറഞ്ഞയച്ച വാക്കുകൾ നിന്റെ ദൈവമായ കർത്താവ് കേട്ടിരിക്കും. അവിടുന്ന് കേട്ട ആ വാക്കുകൾ നിമിത്തം അവിടുന്ന് അവനെ ശിക്ഷിച്ചേക്കാം. അതുകൊണ്ട് അവശേഷിച്ചിരിക്കുന്ന ജനത്തിനു വേണ്ടി നീ പ്രാർത്ഥിക്കുക. ഹെസക്കിയ രാജാവിന്റെ സേവകന്മാർ ഏശയ്യായുടെ അടുത്ത് വന്നു. അവൻ അവരോട് പറഞ്ഞു: നിങ്ങളുടെ യജമാനനോട് പറയുവിൻ, കർത്താവ് അരുളി ചെയ്യുന്നു, അസീറിയ രാജാവിന്റെ സേവകന്മാർ എന്നെ അധിക്ഷേപിച്ച വാക്കുകൾ കേട്ട് നീ ഭയപ്പെടേണ്ട. ഞാൻ അവനിൽ ഒരു ആത്മാവിനെ നിവേശിപ്പിക്കും. കിംവന്തികൾ കേട്ട് അവൻ സ്വദേശത്തേക്ക് മടങ്ങും. അവിടെ വെച്ച് വാളിനിരയാകാൻ ഞാൻ അവന് ഇടവരുത്തും. അസീറിയ രാജാവ് ലാഖീഷ് വിട്ടു എന്ന് റബ്ഷാക്കെ കേട്ടു. അവൻ മടങ്ങിച്ചെന്നപ്പോൾ രാജാവ് ലിബ്നായോട് യുദ്ധം ചെയ്യുകയായിരുന്നു. എത്യോപ്യ രാജാവായ തിർഹാക്ക തനിക്കെതിരെ വരുന്നു എന്ന് കേട്ടപ്പോൾ രാജാവ് ദൂതന്മാരെ അയച്ച് യൂദാ രാജാവായ ഹെസക്കിയായോട് ഇങ്ങനെ പറയണമെന്ന് കൽപ്പിച്ചു: ജെറൂസലേം അസീറിയ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയില്ലെന്ന് വാഗ്ദാനം ചെയ്ത് നീ ആശ്രയിക്കുന്ന ദൈവം നിന്നെ വഞ്ചിക്കാൻ അനുവദിക്കരുത്. എല്ലാ രാജ്യങ്ങളെയും തീർത്തു നശിപ്പിക്കുന്ന അസീറിയ രാജാക്കന്മാരുടെ പ്രവർത്തികൾ നീ കേട്ടിട്ടില്ലേ? പിന്നെ നീ ഒഴിവാക്കപ്പെടുമോ? ഗോസാൻ, ഹാരാൻ, റെസേഫ് എന്നീ ദേശങ്ങളെയും തെലാസറിലെ ഏദോൻകാരെയും എന്റെ പിതാക്കന്മാർ നശിപ്പിച്ചപ്പോൾ അവരുടെ ദേവന്മാർ അവരെ രക്ഷിച്ചോ? ഹമാദ്, ആർപ്പാദ്, സെഫാർവായും, ഹേന, യുവ എന്നിവയുടെ രാജാക്കന്മാർ എവിടെ? ഹെസക്കിയ ദൂതന്മാരുടെ കയ്യിൽ നിന്ന് കത്തു വാങ്ങി വായിച്ചു. അവൻ കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിച്ച് അത് അവിടുത്തെ മുമ്പിൽ വച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഹെസക്കിയ പ്രവാചകൻ വളരെ ദുരിതപൂർണമായ തൻ്റെ രാജ്യം തന്നെ നഷ്ടപ്പെടുന്ന ഒരു പശ്ചാത്തലത്തില് ദേവാലയത്തിലേക്ക് കയറി ചെന്ന് തമ്പുരാന്റെ മുമ്പില് സിറിയ രാജാവ് നടത്തിയ അധിക്ഷേപങ്ങളും വേദനകളും ദുഃഖങ്ങളും ദൈവ തിരുമുമ്പിൽ സമർപ്പിക്കുക മാത്രമല്ലല്ലോ ചെയ്തത്. ഏശയ്യാ പ്രവാചകന്റെ അരികിലേക്ക്
ആളുകളെ അയച്ചുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാനായിട്ട് ആവശ്യപ്പെടുകയാണല്ലോ. ദൈവമേ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലാനും പ്രവാചക ഗ്രന്ഥങ്ങളിൽ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും ദൈവവചനമനുസരിച്ച് ജീവിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങ് വാഗ്ദാനം ചെയ്യുന്ന പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. പാപത്തിന്റെയും തിന്മയുടേതുമായ വഴികളിൽ നിന്ന് അകന്ന് വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ദൈവമേ നന്ദി, ദൈവമേ ആരാധന, ദൈവമേ സ്തോത്രം. ഏറ്റവും സ്നേഹമുള്ളവരെ, നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സ്നേഹപൂർവം, സണ്ണി പുൽപ്പറമ്പിൽ.